ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സർ, ലോകത്തിലെ ഏറ്റവും ക്ലീൻ പമ്പ പദ്ധതി. സർ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. പമ്പാ നദി മാലിന്യമുക്തമാക്കുവാൻ ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണം. സർ, സഹകരണ മേഖലയ്ക്കായി ആകെ 142.52 കോടി രൂപ വകയിരുത്തുന്നു. വിദേശത്തുള്ള മക്കളുടെ അഭാവത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കൾക്ക് സമഗ്ര പരിചരണം പ്രദാനം ചെയ്യുന്നതിനായി നടപ്പിലാക്കുന്ന കോപ്പറേറ്റീവ് കെയർ ജീറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകൾ എന്ന പദ്ധതി 21.40 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണ മേഖലയുടെ നൂതന കാർഷിക പദ്ധതിയായ സീട്ട 35 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൻ്റെ ഭാഗമായി നാളികേര വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനായി +1 പദ്ധതി ഈ വർഷം നടപ്പിലാക്കുന്നതാണ്. പ്രാഥമിക കാർഷിക വ്യാപാര സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15.95 കോടി രൂപ വകയിരുത്തുന്നു. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് സംസ്ഥാന വിഹിതമായി 7 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, കേപ്പിൻ്റെ വിവിധ പദ്ധതികൾക്ക് വികസനത്തിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, SC/ST ഫെഡറേഷൻ്റെ പുനരുദ്ധാരണം, മൂലധന സഹായം തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 3.54 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള നെല്ല് സംസ്കരണ വിപണന സഹകരണ സംഘത്തിന് കാപ്കോസിന് കീഴിൽ കോട്ടയം ഏറ്റുമാനൂരിൽ റൈസ് മിൽ പദ്ധതിയുടെ നിർമ്മാണം നടത്താനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. സർ, ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 623.85 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ വൻകിട ഇടത്തരം ജലസേചനത്തിനായി 233.82 കോടിയും ചെറുകിട ജലസേചനത്തിനായി 206.96 കോടിയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.5 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനായി 181.5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കുട്ടനാട് വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വിഹിതം 60.5 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് മേഖലയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുന്ന പ്രക്രിയ തുടങ്ങുന്നതിന് ആദ്യഘട്ടമായി ഇത് കൂടാതെ 50 കോടി രൂപ കൂടി വകയിരുത്തുന്നു. മീനച്ചിൽ വാലി ജലസേചന പദ്ധതിക്ക് 5.5 കോടി രൂപ വകയിരുത്തുന്നു. ഇടമലയാറിന് 32 കോടി, മൂവാറ്റുപുഴ വാലിക്ക് 11.56 കോടി, കാവേരി നദിയുടെ പദ്ധതിക്ക് 28.75 കോടി, ബാണാസുര സാഗർ 21.75 കോടി, കാവേരി നദീതടത്തിലെ ചെറുകിട പദ്ധതികൾക്ക് 2.6 കോടി രൂപ, പട്ടിശ്ശേരി ഡാമിൻ്റെയും കനാൽ സംവിധാനത്തിൻ്റെയും പുനർനിർമ്മാണത്തിനായി 17 കോടി, ചമ്രവട്ടത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്ക് 2.5 കോടി, കാടാ കനാലുകളുടെ നവീകരണത്തിന് 14.1 കോടി, ഡാം പുനരുദ്ധാരണവും വികസനവും പദ്ധതിക്കായിട്ട് ഡ്രിപ്പിന് 16 കോടി, കുറ്റ്യാടി ജലസേചന പദ്ധതിക്ക് 5 കോടി, പഴശ്ശി ജലസേചന പദ്ധതിക്ക് 13 കോടി, ചേരമംഗലം പദ്ധതിക്ക് 2.5 കോടി, കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി, ചിറ്റൂർപ്പുഴ നവീകരണ പദ്ധതിക്ക് കനാൽ നവീകരണ പദ്ധതിക്ക് 12 കോടി എന്നിങ്ങനെ വകയിരുത്തുന്നു. സർ, തോട്ടപ്പള്ളിയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ കനാലുകളുടെ സംരക്ഷണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചെറുകിട ജലസേചനം, ഭൂഗർഭ വികസനവും ജലവികസനവും പര്യവേഷണവും പദ്ധതിക്കായി 23 കോടി രൂപ വകയിരുത്തുന്നു. ലിഫ്റ്റ് ഇറിഗേഷന് 17 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചെറുകിട ജലസേന ക്ലാസ് 1 പദ്ധതിക്കായിട്ട് 71.1 കോടി രൂപയും ക്ലാസ് 2 പദ്ധതിക്ക് കീഴിൽ തുടർന്നു വരുന്ന പ്രവർത്തികൾക്ക് പുതിയ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഹരിത കേരളം വഴി കുളങ്ങളും ടാങ്കുകളും നവീകരിക്കുന്നതിന് 7.5 കോടി, നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന സൂക്ഷ്മ ജലസേചന പദ്ധതികൾക്ക് 16 കോടി രൂപ വർദ്ധിപ്പിച്ച് 46.6 കോടി രൂപയും വകയിരുത്തുന്നു. കുട്ടനാട് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നബാർഡ് RID പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ സംരക്ഷണത്തിനുള്ള RIDF പദ്ധതിക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു.